ഹജ്ജ് മക്ബൂലാകലാണ് പ്രധാനം. ഹജ്ജ് മക്ബൂലായെങ്കിലേ സ്വർഗം കിട്ടൂ. മക്ബൂലാകണമെങ്കിൽ മബ്റൂർ ആകണം. ഹജ്ജ് മബ്റൂർ ആകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ കിതാബുകളിൽ പറഞ്ഞ ഒരു നിബന്ധനയാണ് ഫിഖ് അല്ല കേട്ടോ, തസൗഫ്, ആത്മീയ വശം, ഹജ്ജിന്റെ ഭൗതിക വശമല്ല. ഭൗതിക വശം എന്ന് പറയുമ്പോൾ തവാഫ്, സഅയ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, അറഫ, മിന, മുസ്ദലിഫ കർമ്മങ്ങൾ, ഇതൊക്കെ ഏതൊരാൾക്കും ആലോചിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രയാസങ്ങളൊന്നുമില്ല, കൂടുതലൊന്നും പഠിക്കേണ്ടതുമില്ല. നിസ്കരിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഹജ്ജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഇന്നമാ യകൂനുൽ ഹജ്ജ് മബ്റൂറൻ ബി ഇജ്തിമാഇ അംറൈനി ഫീഹി എന്നൊക്കെ തസൗഫിന്റെ കിതാബ് കാണാം. ഹജ്ജ് മക്ബൂലും മബ്റൂറുമാകണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. രണ്ടു കാര്യങ്ങൾ സമ്മിശ്രമാകണം. അത് ഏതാണ് എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് അൽ ഇത്യാനു ഫീഹി ബി അഅ്മാലിൽ ബിർരി എന്നാണ്. എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ ഉദാഹരണം പറയുന്നുണ്ട്. ഇത്ആമു ത്വആം തീബുൽ കലാം എന്നൊക്കെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി പ്രവർത്തനം ചെയ്യുക, KMCC ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കും. അപ്പം നല്ല സേവകരാകണം നമ്മൾ. ദീന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നിസ്കാരമാണ്, നോമ്പാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. അദ്ദീനു അന്നസീഹ, ദീൻ ഗുണകാംക്ഷയാണ്. എല്ലാ ആളുകൾക്കും ഗുണമുണ്ടാകട്ടെ എന്ന മനുഷ്യന്റെ ശുഭപ്രതീക്ഷയാണ്. എല്ലാവർക്കും നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം നമ്മളൊരു ഉപകാരിയായ മനുഷ്യനാവണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നു, പുണ്യം തേടി ഓടുകയാണ്. നിങ്ങൾ പണം കൊടുത്ത് അധ്വാനിച്ച് നിങ്ങൾ ഇഹ്റാം ചെയ്ത് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു, ഒരു ഉദാഹരണം. ആ സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ലഗേജുകളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാധു മനുഷ്യൻ, അയാൾക്കെന്തോ ക്ഷീണം കാരണം അയാളെ ബാഗ് എടുത്തു വെക്കാൻ പറ്റുന്നില്ല. അയാളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണുകയാണ്. ഞാൻ എൻ്റെ പൈസ അടച്ച് എൻ്റെ ഹജ്ജിന് വന്നതാണ്, ഞാൻ അയാളെ നോക്കേണ്ട കാര്യമില്ല എന്ന ചിന്താഗതിയാണ് നിങ്ങളെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളെ ഹജ്ജ് മബ്റൂറല്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ വയ്യാത്ത മനുഷ്യൻ ഒരു സഹായം എല്ലാം പോയി ചെയ്തു കൊടുക്കാൻ നോക്കണം. നമ്മൾ വഴിയിലൊരു മുള്ള് കണ്ടാൽ അത് എടുത്തിടാതെ പോയാൽ അവൻ്റെ ഈമാൻ ശരിയല്ല എന്നല്ലേ ഹദീസ്. ഇമാത്തത്തുല്ലാത അനിത്തൊരീഖ് എന്ന് പറഞ്ഞാൽ അത് ഈമാന്റെ ഭാഗമാണ്. ഈ ഒരു സ്നേഹബന്ധവും ഈ കൂട്ടായ്മയും സേവന മനസ്സുമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് ഇവിടുന്ന് ഇത്രയും ആളുകളെ ഒരേ സമയത്ത് കൊണ്ടുപോയി നിർത്തി പടച്ച റബ്ബി ഹജ്ജ് ചെയ്യിക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ അർത്ഥം ഒരുമിച്ച് നിൽക്കുകയും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളൊന്നും പഠിക്കുക, സഞ്ചരിക്കുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ നിന്നിട്ട് ദിക്ർ ചൊല്ലിയിരുന്നാൽ പോരെ? കഴബങ്ങനെ വട്ടം കറങ്ങിയിട്ട് എന്താ കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒതോടുകൂടി നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുകയാണ്. സഴിയിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒതുവും കൂടി വേണ്ട, സഴി ചെയ്യുമ്പോൾ ഒതു തന്നെ വേണ്ട. ഇനി ഒരാളുടെ ഔറത്ത് വെളിവായാൽ പോലും സഴി ശരിയാവുന്ന കർമ്മശാസ്ത്രം പറയുന്നു. അറഫയിൽ പോയിട്ട് ഒരു മനുഷ്യൻ ഒരു അക്ഷരം മിണ്ടാതെ അറഫയിൽ ഒന്ന് കാല് കുത്തി പോന്നാൽ മതി, ഹജ്ജ് കിട്ടി. വെറുതെ ഒന്ന് പോയി ഇങ്ങ് പോന്നാൽ മതി. ദുൽഹജ്ജ് മാസം 9 അന്ന് ളുഹ്ർ ബാങ്ക് വിളിച്ച് ഒരു നിമിഷം അയാൾ അവിടെ കാലെടുത്ത് വെച്ച് പോന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, ഹജ്ജ് കിട്ടി. മുസ്ദലിഫയിലൂടെ വെറുതെ നടന്നു പോയാൽ മതി. കല്ല് പെറുക്കിക്കോളണം നിർബന്ധമില്ല. ഞാൻ ചെറുതാക്കല്ല. ഇത്രയും ലളിതമായൊരു അമല് സ്വർഗം നേടാൻ മാത്രം നമുക്ക് പ്രാപ്തമാകുന്നത് എങ്ങനെയാ? നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ്. എല്ലാവരും ഏറ്റവും കൂടി ഒരുമിച്ച് കൂടി ചെയ്യുമ്പോൾ ഒരു ഐക്യത്തിൻ്റെ, ഒരു ഒരുമയുടെ, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമുണ്ട്. ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണല്ലോ. എന്താ അറഫയിലെ പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടായത്? നിങ്ങൾ പരിശുദ്ധ അറഫയിൽ പോയി നിൽക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ഹറമിലല്ല. ഹറം എന്ന് പറയുന്നത് പരിശുദ്ധ മക്കയിലെ ലോകത്തെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണ് ഹറം. ആ ഹറമിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാഹനം എടുത്ത് ഹറമിൻ്റെ അതിർത്തി കൂടെ ചുറ്റാൻ 127 കിലോമീറ്റർ ഉണ്ടാവും. ഹറം ഷരീഫിൻ്റെ ചുറ്റളവ് 127 കിലോമീറ്ററാണ്. അതിൻ്റെ വിസ്തീർണം കൂട്ടിയാൽ സ്ക്വയർ കിലോമീറ്റർ കൂട്ടിയാൽ 550 സ്ക്വയർ കിലോമീറ്ററാണ്, ചതുരശ്ര കിലോമീറ്റർ.
ഡയറക്റ്റ് കിലോമീറ്റർ അല്ല. അപ്പം അത്രയും വിശാലമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന മൊത്തം 15 സ്ഥലങ്ങളിൽ 14 അതിൻ്റെ അകത്താണ്. 14 സ്ഥലങ്ങളും ഈ ഹറമിൻ്റെ അതിർത്തിക്കുള്ളിലാണ്. ഒരു സ്ഥലം ഹറമിൻ്റെ പുറത്താണ്, അത് ഹറമയാണ്, അത് അറഫയാണ്. മുസ്ദലിഫ ഹറമാണ്, മിന ഹറമാണ്, നിങ്ങൾ താമസിക്കുന്ന അസീസിയ ഹറമാണ്, ഒക്കെ ഹറമാണ്. പക്ഷേ മുസ്ദലിഫ ഹറമല്ല. എന്നിട്ടും മുസ്ദലിഫ ഹറമാണ്, അറഫ ഹറമല്ല. എന്നിട്ടും അറഫയിൽ നിൽക്കുന്ന ദുആക്കാണ് ഏറ്റവും വലിയ പുണ്യം. അതെന്താ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊല്ലത്തിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഒരുമയോടെ നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, ഐക്യം കാണിക്കുക, ഇത് വളരെ പ്രധാനമാണ്. ലോകത്തെ മുസ്ലിങ്ങളെ വിജയിപ്പിച്ചത് ഈ ഐക്യവും ഒരുമയുമാണ്. ആ ഒരു തസ്കിയത്താണ് നമ്മളിതിൽ നേടേണ്ടത്. മഹാന്മാർ പറയുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ഇഹ്റാമിൻ്റെ കുളി കുളിക്കുമ്പോൾ എന്നെ ഒരു ദിവസം ഇതുപോലെ കുളിപ്പിക്കും എന്ന് കരുതണം. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ ഫളായിൽ വിശദീകരിച്ച ആത്മീയമായ ഹജ്ജിൻ്റെ കർമ്മം വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കുളിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ കുളിപ്പിക്കും ഇതുപോലെ. നമ്മൾ ജനിച്ചപ്പോൾ കുളിപ്പിച്ചത് നമ്മളല്ലല്ലോ, നമ്മൾ മരിക്കുമ്പോൾ കുളിപ്പിക്കുന്നത് നമ്മളല്ലല്ലോ. വേറുള്ളവരെ സഹായം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ ജനിച്ചപ്പോഴും നിങ്ങളിനി മരിക്കുമ്പോഴും കുളിപ്പിക്കുന്നതും കുളിപ്പിച്ചതും ആരാ? നമ്മളല്ല. എന്ന പോലെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ധരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതണം, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി പോകുമ്പോൾ ഈ ഡ്രസ്സിലാണ് പോവുക. ഖബറിലേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, ഈ കുപ്പായൊന്നും ഉണ്ടാവില്ല, ഇതുപോലത്തെ നല്ല ഡബിൾ മുണ്ടൊന്നും ഉണ്ടാവില്ല. 3 കഷ്ണം വെളുത്ത തുണി മാത്രമേ ഉണ്ടാവൂ. ഖബറിലേക്ക് നിങ്ങളെ വെക്കുമ്പോൾ അതേ ഉണ്ടാവും. നിങ്ങളും ഇതുപോലത്തെ ഒരു വെളുത്ത നിസ്കാര കുപ്പായം മുകളിലിട്ട് അതിൻ്റെ ഉള്ളിൽ 2-3 തുണിയായിട്ടാണ് പോണത്. ഇന്നുള്ള ഉടയാടകളൊന്നും ഉണ്ടാവില്ല. മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന അതേ വസ്ത്രമാണ് നമ്മൾ ഇഹ്റാം ചെയ്ത് മഅ്ശറയിലേക്ക് പോകും പോലെ അറഫയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മൾ അറഫയിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഓർക്കണം, അള്ളാഹുവിൻ്റെ മഅ്ശറയിൽ ഇതുപോലെ 30 ലക്ഷം ആളുകൾ അറഫയിലുണ്ടെങ്കിൽ കോടാനുകോടി മനുഷ്യരെ പോലെ ഞാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ദിവസം ചെന്ന് നിൽക്കേണ്ടി വരും. അത് മനസ്സിലിങ്ങനെ വരണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറഫയിൽ നിൽക്കുന്ന അതേ രംഗം നമുക്ക് ഓർമ്മ വരും. നാളെ നിങ്ങളെ ഹജ്ജ് ക്യാമ്പിലേക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെ മക്കളെ യാത്ര അയക്കുന്നൊരു സമയമുണ്ട്. നിങ്ങളൊരു 10, 35, 40 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. എന്നാൽ പോലും ഉമ്മാനെ യാത്രയാക്കുമ്പോൾ ഉപ്പാനെ യാത്രയാക്കുമ്പോൾ മക്കളുടെ കണ്ണ് നനയും. ഇതിനി തിരിച്ചു വരുമോ ഇല്ലയെന്ന് ഇവരിങ്ങനെ ചിന്തിക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ 6 മാസമൊക്കെ വേണം ഹജ്ജിന്. കപ്പലിനാ പോവുക, തിരിച്ചു വരുമോ എന്നറിയില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം. പഴയ ഭാഷയിൽ പറഞ്ഞാൽ അടിയന്തരം കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തൊക്കെ പിരിച്ചു വിട്ട് പോകും. തിരിച്ചു വരുമോ എന്നറിയില്ലല്ലോ. ഇനി അഥവാ മരിച്ചാലോ സന്തോഷമില്ലോ അവർക്ക്. കാരണം എന്താ? ഹറമിൽ 2 ഹറമിൽ മരിച്ചാലും ശരി അവർ പുണ്യവാന്മാരാ. മൻ മാത്ത ബി അഹദിൽ ഹറമൈനി, 2 ഹറമിൽ മരിക്കാൻ, മദീനത്തോ മക്കത്തോ മരിക്കാൻ കഴിഞ്ഞാൽ ബുഇസ മിനൽ ആമിനീൻ, നാളെ സ്വർഗത്ത് പോകുന്ന കൂട്ടത്തിൽ അവരുണ്ടാകും. അങ്ങനത്തെവർക്ക് അവിടെ മരിക്കാൻ പറ്റൂ? പുറത്തുനിന്ന് ചെന്നിട്ട് അങ്ങനത്തെവർക്ക് അവിടെ മറമാടാൻ അവസരം കിട്ടും. അപ്പോൾ നമ്മൾ ഈ എയർപോർട്ടിൽ ഈ മക്കളൊക്കെ കൊണ്ടുപോയിട്ട് കണ്ണീരൊലിപ്പിച്ച് അവരും കിട്ട് പോരും. നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവും, അത് താൽക്കാലിക. അതുപോലെ ഒരു ദിവസം നിങ്ങളെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ മക്കൾ തിരിച്ചിട്ട് പോരും. അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട്. നിങ്ങളെ കൊണ്ടുപോയിട്ട് ഖബറിലാക്കിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് മക്കൾ തിരിച്ചിങ്ങോട്ട് പോരും. ഇന്ന് യാത്ര അയക്കുന്ന മക്കളൊക്കെ അന്ന് തിരിച്ചു പോരും. ആരെ പിന്നെ കാണാൻ കിട്ടൂല, നിങ്ങളെയും പിന്നെ കാണാൻ കിട്ടൂല. പിന്നെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ മഅ്ശറ കഴിഞ്ഞ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. നരകത്തിലാണെങ്കിലും കാണൂല, ഒരുമിച്ച് കൂടണം. ആ യാത്ര ഭംഗിയാക്കാനാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അവസാനത്തെ യാത്ര ഭംഗിയാക്കാനാണ് ഈ യാത്ര. ഇത് കബൂൽ ചെയ്താൽ അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുന്ദരമായി സ്വർഗത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് സ്വർഗത്തിലേക്കാണ്, പേടിക്കണ്ട. ആരെങ്കിലും ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിച്ച് ഇറങ്ങിയാൽ അവൻ മരണപ്പെട്ടാലും തിരിച്ചു വന്നാലും ഭാഗ്യവാനാണ്.
മൻ ഹജ്ജ അവ ഇഅ്തമറ ഫഹുവ ളാമിനുൻ അലല്ലാഹ് വഇൻ മാത ബൈന ദാലിക അദ്ഖലഹുല്ലാഹുൽ ജന്ന വഇൻ റദ്ദഹു ഇലാ അഹ്ലിഹി റദ്ദഹു ബിഅജ്രിൻ വഗനീമ. ഹജ്ജോ ഉംറയോ ചെയ്യാൻ പുറപ്പെടുന്ന ഒരു മനുഷ്യൻ ളാമിനുൻ അലല്ലാഹ്, അവൻ്റെ സമ്പൂർണ്ണ സുരക്ഷ പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. വഇൻ മാത ബൈന ദാലിക, ഈ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് മരിച്ചു പോയാൽ, യാത്രക്കിടയിൽ മരിച്ചു. വേറൊരു ഹദീസിലുണ്ട് ഖബ്ല ബുലൂഗിഹി, മക്കത്തെത്തുന്നതിന് മുമ്പ് മരിച്ചാലും ശരി, ഔജബല്ലാഹു ലഹുൽ ജന്ന, ഒരു ഹദീസ്, അവന് സ്വർഗം അല്ലാഹു നിർബന്ധമാക്കുന്നു. വേറൊരു ഹദീസിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. മരിച്ചാൽ സ്വർഗം ഉറപ്പ്. ഇനി അഥവാ തിരിച്ചുകൊണ്ട് പോന്നാലോ, വൈൻ റദ്ദഹു ഇലാ അഹ്ലിഹി റദ്ദഹു ബിഅജ്രിൻ വഗനീമ, തിരിച്ചുകൊണ്ട് പോരാണെങ്കിലോ വലിയ പ്രതിഫലം നേടിയിട്ടാണ് ആ മനുഷ്യൻ തിരിച്ചു വരുന്നത്. എന്താ പ്രതിഫലം? സ്വർഗം. അതിലും വലിയ പ്രതിഫലം ഇല്ലല്ലോ. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് അർത്ഥം. അപ്പൊ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ, ഇതെല്ലാവർക്കും കിട്ടൂല.